നമുക്ക് പല കുടുംബങ്ങളും അറിയാം, അവർക്കൊരു പരദേവത ഉണ്ടാവും, ഒരു കുടുംബ ദേവത ഉണ്ടാവും. ഈ കുടുംബ ദേവത എന്നുള്ള പ്രതിഷ്ഠ 90% കാണുന്നത് ഈ കണ്ണാടി ബിംബങ്ങളിലാണ് കാണുക. എന്താണ് ഈ കണ്ണാടി ബിംബം എന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ശരിക്കും ആ ഒരു ബിംബം നമ്മളിപ്പോൾ പല ക്ഷേത്രങ്ങളിലും പോയി കാണുമ്പോൾ നമ്മൾ ഭഗവതിയെ കാണുന്നത് 4 കൈയും നല്ല മനോഹരമായിട്ടുള്ള മുഖവും ഒക്കെ ആയിട്ട്, എന്താ പറയുക, വാഹനത്തിന് മുകളിലിരിക്കുന്ന നല്ല സ്വർണത്തിൻ്റെ ഇതൊക്കെ ആയിരിക്കും കാണുക. അതിന് നമ്മൾ ഗോളക എന്നാണ് പറയുക. കാരണം ഈ ബിംബത്തിന് മുമ്പിൽ ആ ഭഗവതിക്ക് കൊടുത്തിട്ടുള്ള ഒരു രൂപം മാത്രമാണ് അത്. എന്താ പറയുക, ആ ഒരു ഭംഗിക്ക് അല്ലെങ്കിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അഡീഷണലായിട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ പ്രതിഷ്ഠ ചെയ്യുന്നത് ഈ ഭഗവതിയുടെ ആ മനോഹരമായിട്ടുള്ള ആ രൂപത്തിന് പുറകിൽ ഒരു വിഗ്രഹം ഉണ്ടാവും. ആ വിഗ്രഹം കരിങ്കല്ലിൽ നമ്മൾ നിലക്കണ്ണാടി കണ്ടിട്ടുണ്ടാവും. നിലക്കണ്ണാടി പോലെ കരിങ്കല്ലിൽ ശിലയിൽ തീർത്ത ഒരു വിഗ്രഹമാണ് അത്. പൂർണ്ണമായിട്ടും നമ്മൾ കണ്ണാടി പോലെ നമ്മൾ കയ്യിൽ പിടിക്കുന്ന ഒരു കണ്ണാടി, കയ്യിൽ പിടിച്ച് മുഖം നോക്കുന്ന ഒരു കണ്ണാടിയുടെ രൂപമാണ് ആ കണ്ണാടി ബിംബത്തിന് ഉണ്ടാവുക. എന്തുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ കണ്ണാടി ബിംബം എന്നുള്ള സംഭവം ഭഗവതിക്ക് പ്രധാനമായിട്ടും വന്നിട്ടുണ്ടാവും നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഇതിനു മുമ്പുള്ള പല എപ്പിസോഡുകളും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ സങ്കല്പം അനുസരിച്ച് ഭാരതത്തിലെ അല്ലെങ്കിൽ പ്രധാനമായി കേരളത്തിലെ പൂജാ സങ്കല്പങ്ങളനുസരിച്ചിട്ട് ഈശ്വരൻ എന്നുള്ളത് നമ്മുടെ ഉള്ളിലാണുള്ളത്. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരൻ, ആ ഈശ്വരൻ തന്നെ അതിൽ തന്നെ നമ്മൾ എന്നുള്ളത് ഒരു ഫീമെയിലായിട്ടാണ്, ഒരു സ്ത്രീ ആയിട്ടാണ്, ഒരു പുരുഷനായിട്ടുള്ള വ്യക്തിയും. കാരണം നമുക്കറിയാം ഒരു വസ്തുവിനെ എപ്പോഴും ഫീമെയിൽ സംഭവമായിട്ടാണ് എപ്പോഴും കണക്കാറ്. അപ്പം നമ്മുടെ ശരീരം എന്നുള്ളത് ഒരു വസ്തുവായിട്ട് കണക്കാക്കുകയും നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള പവർ, അതായത് ശൈവമായിട്ടുള്ള പവർ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. നമ്മുടെ ബോഡി ഒരു ഫീമെയിലാണ്. ഫീമെയിലിന് മാത്രമേ പവർ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഇപ്പം നമ്മുടെ ശരീരം എന്നൊരു ഫീമെയിലാകുമ്പോൾ നമ്മുടെ ശരീരം ഭഗവതിക്ക് തുല്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ശരീരത്തിലുള്ളത് ഭഗവതിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിൽ പോകുന്നു, ഈ കണ്ണാടി ബിംബത്തിൽ നമ്മൾ തൊഴുകയാണ്. എന്താണ് നമ്മൾ കണ്ണാടി ബിംബം തൊഴുക? കണ്ണാടി ബിംബം, അതായത് ഇതൊരു കണ്ണാടിയാണ്. കണ്ണാടിക്കുള്ളിൽ കാണുന്ന ബിംബമാണ് ഈശ്വരൻ. കണ്ണാടിക്കുള്ളിൽ എന്ത് ബിംബമാണ് കാണുന്നത്? നമ്മുടെ പ്രതിരൂപമാണ് അവിടെ കാണുന്നത്.